ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസം സന്ദർശനം പുരോഗമിക്കുന്നു. ദിബ്രുഗഡ് ജില്ലയിലെ ദേശീയപാതയിൽ സജ്ജമാക്കിയ അടിയന്തര ലാൻഡിംഗ് സൌകര്യം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുൽവാമ ഭീകരാക്രമണത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സൈനികരുടെ പരമമായ ത്യാഗം എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഭാവി വികസന കാഴ്ചപ്പാടുകൾ അടയാളപ്പെടുത്തുന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റെന്നും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും. ബംഗ്ലാദേശിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഊർജിതം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർമാൻ താരിഖ് റഹ്മാനെ അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ അയർലൻഡിനെതിരെ ഒമാന് 236 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസം സന്ദർശനം പുരോഗമിക്കുന്നു. ദിബ്രുഗഡ് ജില്ലയിലെ ദേശീയപാതയിൽ സജ്ജമാക്കിയ അടിയന്തര ലാൻഡിംഗ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. രാവിലെ ദിബ്രുഗഡ് ജില്ലയിലെ മൊറാൻ ബൈപ്പാസിൽ സജ്ജമാക്കിയ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിൽ എത്തിയ പ്രധാനമന്ത്രി യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ ആകാശ പ്രദർശനം വീക്ഷിച്ചു. ഉച്ചകഴിഞ്ഞ് ഗുവാഹത്തിയിൽ 5450 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിക്കും. വിശദാംശങ്ങളിലേക്ക്. ഉച്ചയ്ക്ക് 1 മണിയോടെ ഗുവാഹത്തിയിലെത്തുന്ന പ്രധാനമന്ത്രി ഗുവാഹത്തിയെയും വടക്കൻ ഗുവാഹത്തിയെയും ബന്ധിപ്പിച്ച് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ 3000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കുമാർ ഭാസ്കർ വർമ്മ സേതുപാലം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ലജിത് ഘട്ടിലെത്തുന്ന അദ്ദേഹം കാംരൂപ് ജില്ലയിലെ അമിൻഗാവിലുള്ള IIM ഗുവാഹത്തിയുടെ താൽക്കാലിക ക്യാമ്പസും നോർത്ത് ഈസ്റ്റേൺ റീജിയണൽ നാഷണൽ ഡേറ്റാ സെന്ററും വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഇതിനു പുറമെ PM ഇ-ബസ് സേവാ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ 4 നഗരങ്ങളിലേക്കായി 225 ഇലക്ട്രിക് ബസ് കളുടെ ഫ്ളാഗ് ഓഫും ശ്രീ മോദി നിർവഹിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഗുവാഹത്തിയിൽ നടക്കുന്ന BJP പ്രവർത്തകരുടെ ബൂത്ത് സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കഴിഞ്ഞ ദശകം ആരംഭിക്കുമ്പോൾ ലോകത്തിലെ 11ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്ന ഇന്ത്യ ദ്രുതഗതിയിലുള്ള മുന്നേറ്റത്തിലൂടെ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ബിസിനസ് ഉച്ചകോടിയെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി മേഖലയിലെ വിപ്ലവകരമായ പരിവർത്തനങ്ങൾക്ക് രാജ്യം ദിശാബോധം നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ശാന്തി നിയമം കൊണ്ടുവന്നതും തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ചതും വികസിത് ഭാരത് ജി ബിൽ നടപ്പാക്കിയതും നേട്ടങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2019 പുൽവാമ ഭീകരാക്രമണത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. സൈനികരുടെ പരമമായ ത്യാഗം രാജ്യം എക്കാലവും സ്മരിക്കുമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. സൈനികരുടെ സമർപ്പണവും ദൃഢനിശ്ചയവും രാഷ്ട്രസേവനവും പൌരന്മാരുടെ ചിന്തയിൽ ശാശ്വതമായി നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഫെബ്രുവരി 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ UAE പ്രതിനിധി സംഘത്തെ അബുദാബി കിരീടാവകാശി ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ നയിക്കും. നൂതന സാങ്കേതിക വിദ്യകളിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുക, സുസ്ഥിര വികസനവും നൂതനാശയങ്ങളും പ്രോത്സാഹിപ്പിക്കുക, നിർമ്മിത ബുദ്ധി മേഖലയിൽ തന്ത്രപരമായ പങ്കാളിത്തം വളർത്തിയെടുക്കുക എന്നിവയാണ് ഉച്ചകോടിയിലൂടെ ലക്ഷ്യമിടുന്നത്. 100-ലധികം രാഷ്ട്രത്തലവന്മാർ, നയരൂപകർത്താക്കൾ, വിഷയവിദഗ്ധർ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തെ കൂടുതൽ കരുത്തുറ്റതും സ്വയം പര്യാപ്തവുമാക്കി മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം മുംബൈയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവി വികസന കാഴ്ചപ്പാടുകളെ അടയാളപ്പെടുത്തുന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. जो विकसित भारत 2047 तक बनाने का प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में भारत के आगे आने वाले दिनों में अमृत काल में विकसित भारत 2047 तक सुनिश्चित करने का एक और अहम कदम 2026 के बजट को माना जा सकता है.
ബംഗ്ലാദേശിൽ സർക്കാർ രൂപീകരിക്കാനൊരുങ്ങി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി 300-അംഗ പാർലമെന്റിൽ 209 സീറ്റുകളാണ് ബിഎൻപി നേടിയത്. വിജയത്തിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർമാൻ താരിഖ് റഹ്മാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ബംഗ്ലാദേശിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാനുള്ള അദ്ദേഹത്തിന്റെ ഉദ്യമങ്ങൾക്ക് എല്ലാ പിന്തുണയും അറിയിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒരു റിപ്പോർട്ട്. പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കും സർക്കാർ രൂപീകരണത്തിനുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ബിഎൻപി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അമീർ ഖസ്രു മുഹമ്മദ് ചൌധരി പറഞ്ഞു. സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തുക, ക്രമസമാധാനം ഉറപ്പാക്കുക, അഴിമതി തടയുക, നീതി നടപ്പാക്കുക എന്നിവയാണ് പുതിയ സർക്കാരിന് മുന്നിലുള്ള മുൻഗണനകളെന്ന് ബിഎൻപി സെക്രട്ടറി ജനറൽ മിർസ ഫഖ്റുൽ ഇസ്ലാം ആലംഗീർ അറിയിച്ചു. ബിഎൻപി ചെയർമാൻ താരിഖ് റഹ്മാന്റെ ഓഫീസിൽ പാർട്ടി യോഗം ചേർന്ന നേതാക്കൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാർ ഫെബ്രുവരി 16-ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യതയെന്ന് വ്യക്തമാക്കി. തന്നെയും പാർട്ടിയെയും പിന്തുണച്ച എല്ലാവർക്കും ബിഎൻപി ചെയർമാൻ നന്ദി അറിയിച്ചു. അതിനിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള 11 പാർട്ടികളടങ്ങിയ സഖ്യം വോട്ടെണ്ണലിൽ ക്രമക്കേട് ആരോപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വൈകുന്നേരം നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 30 കോടിയോളം രൂപ ചെലവഴിച്ച് നവീകരിച്ചതാണ് ഈ കേന്ദ്രം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. 28.7 കോടി രൂപ ചെലവിൽ 5 നിലകളിലായി 1,15,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിട സമുച്ചയമാണ് വാഹന പാർക്കിംഗിനായി തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു സമയം 138 കാറുകൾക്കും 236 ഇരുചക്ര വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാൻ സാധിക്കും. മൾട്ടി ലെവൽ പാർക്കിംഗ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ വാഹനങ്ങളിലെത്തുന്ന യാത്രക്കാർക്ക് സൌകര്യപ്രദമായും സുരക്ഷിതമായും വാഹനം പാർക്ക് ചെയ്യാനും സമയം ലാഭിക്കുവാനും സാധിക്കും. ലിഫ്റ്റ്, അഗ്നിശമന സംവിധാനങ്ങൾ, ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക സൌകര്യങ്ങൾ, ശുചിമുറികൾ തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച തിരുവനന്തപുരം SAP പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ നിർവഹിക്കും. കാര്യക്ഷമതയും അടിസ്ഥാന സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും കാലഹരണപ്പെട്ട വാഹനങ്ങൾ ഘട്ടംഘട്ടമായി മാറ്റുന്നതിന്റെയും ഭാഗമായാണ് സേനയിൽ പുതിയ വാഹനങ്ങൾ ഉൾപ്പെടുത്തുന്നത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിക്കും. ശബരിമല സ്വർണ്ണാപഹരണ കേസുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ച സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കാൻ തിങ്കളാഴ്ച കൊല്ലം കോടതിയിൽ ഹാജരാക്കും. ദ്വാരപാലക ശില്പത്തിന്റെ മുറിച്ചുമാറ്റിയ ഭാഗങ്ങളിലെ വിടവ് എന്ത് ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുമെന്ന് തന്ത്രി അറിയിച്ചു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. 122 നിയോജക മണ്ഡലങ്ങളിൽ ഇതിനോടകം ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ഹിയറിംഗ് അവശേഷിക്കുന്ന 16 നിയോജക മണ്ഡലങ്ങൾ ഉടനെ തന്നെ നടപടികൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ICC പുരുഷ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ അയർലൻഡ് ഒമാൻ മത്സരം പുരോഗമിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്യുന്ന അയർലൻഡ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 235 റൺസ് എടുത്തു. 236 റൺസ് വിജയലക്ഷ്യവുമായി ഒമാൻ ബാറ്റിംഗ് ആരംഭിക്കും. ടോസ് നേടിയ ഒമാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്നത്തെ മറ്റ് മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡിനെയും ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്കയെയും നേരിടും. ഇന്ത്യൻ സൂപ്പർ ലീഗ് 12ാം സീസണ് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാനെ നേരിടും. വൈകിട്ട് 5-നാണ് മത്സരം. ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ FC ഗോവ ഇന്റർകാശി FCയെ നേരിടും. ഗോവയിൽ രാത്രി 7:30-നാണ് മത്സരം. സ്വർണ്ണവിലയിൽ വർധന. പവന് ഇന്ന് 1920 രൂപ വർദ്ധിച്ച് 1,15,680 രൂപയായി. ഗ്രാമിന് 240 രൂപ വർദ്ധിച്ച് 14,460 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസം സന്ദർശനം പുരോഗമിക്കുന്നു. ദിബ്രുഗഡ് ജില്ലയിലെ ദേശീയപാതയിൽ സജ്ജമാക്കിയ അടിയന്തര ലാൻഡിംഗ് സൌകര്യം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുൽവാമ ഭീകരാക്രമണത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സൈനികരുടെ പരമമായ ത്യാഗം എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഭാവി വികസന കാഴ്ചപ്പാടുകൾ അടയാളപ്പെടുത്തുന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റെന്നും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും.
ബംഗ്ലാദേശിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഊർജിതം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർമാൻ താരിഖ് റഹ്മാന് അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ അയർലൻഡിനെതിരെ ഒമാന് 236 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 3 മണിക്ക്.